ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗം കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് അത് തിരുവനന്തപുരം SP പോർട്ട് ആശുപത്രിയിൽ SIT സംഘം നേരിട്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് വിവരം. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലാണ്. അദ്ദേഹം ഇന്റൻസീവ് കെയർ യൂണിറ്റിലും അദ്ദേഹം അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഈ ആശുപത്രിയിൽ എത്തി തന്നെയാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഷവീദ് റാവുത്തർ മറ്റു വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഷവീദ്, SP ബോർഡിലെ SIT ടീം എപ്പോഴാണ് എത്തിയത്? നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ വിവരങ്ങൾ. കാരണം കെ.പി. ശങ്കരദാസിനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അതൊരു സാങ്കേതിക വശമല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, കെ.പി. ശങ്കരദാസിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ബെഡ്റിഡൻ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ SIT കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അന്ന് 2019 A. പത്മകുമാറിനോടൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കാതിരുന്നത്. പലപ്പോഴും SIT കെ.പി. ശങ്കരദാസുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആരോഗ്യാവസ്ഥ കാരണമാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചത്. പക്ഷേ അദ്ദേഹത്തെ ഒരു തവണ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി, അദ്ദേഹവും വിജയകുമാറും അടക്കം വ്യക്തമാക്കിയിരുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും ഈ വിഷയത്തിൽ അറിയാമായിരുന്ന A. പത്മകുമാറിനായിരുന്നു. A. പത്മകുമാർ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടുന്ന കാര്യത്തിൽ ആ തീരുമാനം പറഞ്ഞപ്പോൾ തന്നെ പിന്നീട് അത് പരിഗണിക്കാമെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് യോഗം മാറ്റി. പക്ഷേ എന്നാൽ ദേവസ്വം മിനിറ്റ്സ് രേഖകളിൽ പിന്നീട് കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതായിരുന്നു ഈ വിഷയത്തിലെ ശങ്കരദാസിന്റെയും അതേപോലെ തന്നെ വിജയകുമാറിന്റെയും മൊഴി. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കെ.പി. ശങ്കരദാസിലേക്ക് അറസ്റ്റ് പോകേണ്ടതില്ല എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ കോടതി ഒരു ഘട്ടത്തിൽ കൂട്ടുത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാങ്കേതികമായി കെ.പി. ശങ്കരദാസിന്റെ അറസ്റ്റ് ആശുപത്രിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ബെഡ്റിഡൻ ആണ്, മാത്രമല്ല വളരെ ഗുരുതര ആരോഗ്യ സാഹചര്യത്തിലുള്ള ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ അത് കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തും എന്നുള്ളത് മാത്രമാണ്. കെ.പി. ശങ്കരദാസിനെ സംബന്ധിച്ചിടത്തോളം 2019 അദ്ദേഹം ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ ദേവസ്വം ബോർഡ് അംഗമായി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ അറസ്റ്റ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SITയെ സംബന്ധിച്ച് ഈ അറസ്റ്റിലേക്ക് പോകേണ്ടത് അനിവാര്യമായതുകൊണ്ട് മാത്രം അവർ അറസ്റ്റിലേക്ക് കടന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ പറയാൻ കഴിയുന്ന വിവരം. SKN. ഓക്കെ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്, അതിനുമുമ്പ് ഞാൻ കെ.പി. ശങ്കരദാസിന്റെ കാര്യം കൂടി പറയാം. കുറച്ചധികം ദിവസങ്ങളായി അദ്ദേഹം തിരുവനന്തപുരം SP പോർട്ട് ആശുപത്രി ചികിത്സയിലാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുകയും അദ്ദേഹം ഇന്റൻസീവ് കെയർ യൂണിറ്റിലാവുകയും ചെയ്തു. കുറേ മണിക്കൂറുകൾ അബോധാവസ്ഥയിലായിരുന്നതിന് ശേഷമാണ് അദ്ദേഹം ബോധാവസ്ഥയിലേക്ക് മടങ്ങി വന്നത്. അദ്ദേഹത്തിന് 85 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന കോടതിയുടെ ചോദ്യം വന്നതിന് ശേഷമാണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ആശുപത്രിയിൽ എത്തിയതും അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം രേഖപ്പെടുത്തിയിരിക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.